ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അത് ഓർത്ത് ദുഃഖിച്ചിരിക്കാനൊന്നും നമുക്ക് സമയമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. മരണം വിലയേറിയതാണ്. ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ, അധികം സ്ത്രീകൾ ഇങ്ങനെ ശുശ്രൂഷയിലില്ലാത്ത കൊണ്ട് ആ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ നേരെ വന്നു. എന്നോട് ചോദിച്ചു, ദൈവഹിതമാണോ, ഇങ്ങനെയാണോ, ശാപമാണോ, അനുഗ്രഹമാണോ എന്നൊക്കെ നമുക്ക് പല അഭിപ്രായങ്ങളുണ്ടല്ലോ. ഞാൻ അന്ന് എന്നോട് ചോദിച്ചവരോട് പറഞ്ഞു, എങ്ങനെ മരിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. ഹലോ, എങ്ങനെയാണ് മരിക്കേണ്ടതെന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. മരണം വിലയേറിയതാ, അത് ഏത് വിധത്തിലുമാകാം. നാം ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ, ഞാനും അഞ്ജലിയും ഒക്കെ പോകുമ്പോൾ സമയത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ആദ്യമായി ഞാൻ ഗൾഫിലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ അവർ എനിക്ക് വിസ അയച്ചു തന്നു, ടിക്കറ്റ് അയച്ചു തന്നു, പ്രോഗ്രാം ഷീറ്റെല്ലാം അയച്ചു തന്നു. എയർപോർട്ടിൽ ചെന്ന് ഇതെല്ലാം അങ്ങോട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ ചോദിച്ചു, റിട്ടേൺ ടിക്കറ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവരെനിക്ക് അയച്ചു തന്നിട്ടില്ല, റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ പോകാനൊക്കത്തില്ല. പെട്ടെന്ന് ആ എയർപോർട്ടിൽ നിന്നുകൊണ്ട് തന്നെ ദുബൈയിലുള്ളവരെ വിളിച്ചു. അവർ റിട്ടേൺ ടിക്കറ്റ് 10 മിനിറ്റിനകം കമ്പ്യൂട്ടറിലൂടെ അയച്ചു തന്നതിന് ശേഷമാണ് ഫ്ലൈറ്റിൽ അവർ കയറ്റിയത്. എന്ത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായത് പറയാം, റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ ആരെയും വിട്ടിട്ടില്ല. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാമോ? അപ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ടത് കാണാത്തത് കൊണ്ടാണ് ടെൻഷൻ. എപ്പോഴാണ് തിരിച്ചു ചെല്ലേണ്ടതെന്നുള്ള കൃത്യമായ അറിവുള്ളയാളാണ് ടിക്കറ്റ് എടുത്ത് തന്നേക്കുന്നേ. നമ്മുടെ വിചാരം പുള്ളി എങ്ങാനും മറന്നുപോയോ? ഇല്ല കേട്ടോ, മറക്കുകയല്ല. തിരിച്ച് ചെല്ലേണ്ട സമയത്തിന് ഒരു നാഴിക മാറാതെ തിരിച്ചു വിളിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദരിയെ തക്ക സമയത്താ തമ്പുരാൻ വിളിച്ചത്. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ഈ നാട്ടുകാരായവരോടും ഇവിടെയുള്ള സ്നേഹിതരോടും ഞാൻ പറയട്ടെ, പോകാനുള്ള സമയമായാൽ ആരെല്ലാം പിടിച്ചു നിർത്തിയാലും നിൽക്കത്തില്ല. ലോകത്തിലെ ഏത് വിദഗ്ധ ഡോക്ടർ നിങ്ങൾക്ക് വെച്ച് പരീക്ഷിച്ചാലും, കോടിക്കണക്കിന് പണം നിങ്ങൾ കൊടുത്താലും അവർ പറയാൻ, പ്രാർത്ഥിച്ചോ, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കും. ഇപ്പം പ്രാർത്ഥിക്കാൻ മേലെ? ഞങ്ങളതല്ലേ പറയുന്നത്. അവർ ICU കയറ്റിയിട്ട് എല്ലാം തീർന്നു, ഗ്യാസ് പോകാൻ തുടങ്ങുമ്പോൾ അവർ പറയും, പ്രാർത്ഥിച്ചോ, ഇനി അതേ വഴിയുള്ളെന്ന്. ഞങ്ങൾ ഇപ്പം പറയാം, ഓടിച്ചാടി നടക്കുന്നതിനിടെ പ്രാർത്ഥിച്ചോളാൻ. ICU കയറണ്ട, പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനാ മുറി സജ്ജമാക്കിക്കോ, പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിച്ചോ. ഞാൻ ആത്മാവിലൊരു ദൂത് പറയുക, ഈ ദേശത്ത് നിന്ന് ജനം കൂട്ടം കൂട്ടമായി വരുവാൻ ഒരു വേർപാട് ആവശ്യമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വസിക്കുന്നു. അതിന്ന് രാത്രിയിലും പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ലോകം ഭയത്തോടെ കാണുന്ന ഒരു സാധനം കൊറോണ വൈറസിനെയാണ്. എല്ലാവരും പേടിച്ച് നടക്കുക. പക്ഷെ ഞാൻ ആരംഭത്തിൽ തന്നെ ദൈവജനത്തോടൊരു ദൂത് പറയാം. കൊറോണ വൈറസ് വന്നപ്പോൾ ഇന്ത്യയിലുള്ള മാതാപിതാക്കൾ ടെൻഷൻ കയറിയിട്ട് അവരുടെ മക്കളെ നാട്ടിലെത്തിച്ചു. പ്രത്യേക വാഹനങ്ങൾ അയച്ച് അവരെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കേണ്ട സമയം മാറാതെ തമ്പുരാന്റെ അവകാശത്തിലുള്ള മക്കളെ വിടുവിക്കാൻ ദൈവത്തിന് ഇന്ന് രാത്രിയിലും കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാ ഭാഗ്യമുള്ളവർ. ഇന്ന് രാത്രി വിശ്വസിച്ചോ, സകലതും പ്രതികൂലമാകട്ടെ, സകലതും നഷ്ടമാകട്ടെ, പക്ഷേ നിന്റെ മേലും എൻ്റെ മേലുമുള്ള ദൈവത്തിൻ്റെ കരുതൽ അത് വലുതാണ്. അത് തിരിച്ചറിയുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ചൈനയിലെ വൻമതിൽ. ആ വൻമതിലിന് കൊറോണ വൈറസിനെ തടയാൻ പറ്റിയില്ല. അപ്പോൾ അതിലും പവർഫുള്ളാണ് യേശുവിൻ്റെ രക്തം. നിങ്ങളും ഞാനും ആശ്രയിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ ചില വൈറസുകൾ തീരും. ദൈവം അയച്ച വൈറസ് ദൈവത്തിനറിയാം എവിടെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്. ഇന്ന് രാത്രി വിശ്വസിച്ചോ, നിനക്ക് ചുറ്റും തീ മതിൽ കെട്ടി നിന്നെ സംരക്ഷിക്കാൻ അധികാരമുള്ളൊരു ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവനെ അറിഞ്ഞുകൊണ്ട് വേണം ഈ പന്തലിനകത്തും ശബ്ദ പരിധിക്കുള്ളിലും നിൽക്കാൻ. ദൈവം ആയുസ് നീട്ടി തന്നത്, ദൈവം സൗഖ്യം തന്നത്, ദൈവം ആരോഗ്യം തന്നത് ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വത്തിനു വേണ്ടിയാണ്. ഹല്ലേലൂയ.
അതുകൊണ്ട് വൈറസിനെ അല്ല പേടിക്കേണ്ടത്, തമ്പുരാനെ പേടിച്ചാൽ മതി. തമ്പുരാനെ ഭയപ്പെട്ടാൽ മതി. ബാക്കി ആരെയും പേടിക്കണ്ടേ. തന്നിരിക്കുന്ന ഒരു ആയുസ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. ആരോഗ്യം ദൈവത്തിന് കൊടുക്ക. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ കടന്നുപോയി സന്ദർശിച്ച മറ്റൊരു സ്ഥലമാണ് നിലമ്പൂര് കവളപ്പാറ. വെള്ളമൊഴുകിപ്പോയ സ്ഥലങ്ങൾ. ഞങ്ങൾ സഹോദരിമാർ ചിലർ അവിടെ ഒരു സഹായം കൊടുക്കാനായി പോയതാണ്. 58 പേര് മരിച്ചു. 14 പേരുടെ ശവം ഇന്നും മണ്ണിനടി കിടക്കുക. ശവക്കോട്ടയില്ല. പ്രൈസലോ. ശവക്കോട്ടയുടെ കാര്യം പറഞ്ഞാൽ പലരും വരാത്തെ. ഞങ്ങൾക്ക് ശവക്കോട്ടയുണ്ടോയെന്ന് ആദ്യം ചോദിക്കാം. മരിച്ചില്ല, അതിനു മുമ്പേ ശവക്കോട്ടയുണ്ടോയെന്നാണ് ചോദ്യം. അവർ ചോദിച്ചെങ്കിലും അവരവിടെ കിടക്കുക. 14 പേരെ കയ്യെ പിടിച്ചപ്പോൾ കൈ ഊരിപ്പോന്നു, കാലെ പിടിച്ചപ്പോൾ കാല് ഊരിപ്പോന്നു. അവിടെ തട്ടി. ഏത് പള്ളിയിലാണ് അടക്കിയേ? അടക്കിയല്ല. തമ്പുരാൻ അനുവദിച്ചാലേ പള്ളിയിലും കിടക്കാൻ പറ്റുള്ളൂ. അല്ലേ? മനോഹരമായ ഗ്രാനൈറ്റുകളൊക്കെ, പേരെഴുതി വെച്ച കല്ലറകളൊക്കെ വിട്ട് ഇറങ്ങിയ വിശ്വാസ സത്യത്തിൻ്റെ വിലയറിയണമെങ്കിൽ നിത്യതയിൽ എത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ വെച്ച് പലതിൻ്റെയും അർത്ഥമറിയില്ല. പക്ഷേ വിശ്വാസത്തോടെ ഭൂമിയിൽ ജീവിച്ച് നിത്യതയിൽ എത്തുമ്പോൾ മനസ്സിലാകും, കല്ലറയേക്കാൾ വലുതാണ് ഉയർത്തെഴുന്നേൽപ്പ്. കല്ലറകളെ ഭേദിച്ച് കാഹളത്തിന്റെ മുൻപിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് വലുതെന്ന് തിരിച്ചറിയുന്നവരാ ഭാഗ്യവൻ. മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പാതാർ എന്ന് പറയുന്ന ഒരു സ്ഥലം, കവളപ്പാറയ്ക്ക് അടുത്ത. ഈ സ്റ്റേജിൻ്റെയൊക്കെ വലിപ്പമുള്ള കല്ലുകൾ, മയിലുകൾ ഇങ്ങനെ ഉരുണ്ടു വന്ന് താഴെ ഇരിക്കുക. അതിൻ്റെ ഒരറ്റ അനക്കാൻ നമുക്ക് പറ്റിയല്ല. ഇരുനില കെട്ടിടങ്ങളൊക്കെ പൊടിഞ്ഞു പോയിട്ട് അവിടെ ഒരു ശേഷിപ്പ് പോലുമില്ല. സുഖകരമായി ജീവിക്കാമെന്നൊക്കെ തീരുമാനിച്ച പലരും അതിനകത്തായിപ്പോയി. ഞാനിന്ന് ആത്മാവിൽ ആദ്യമേ ഒരു ദൂത് പറയുക, നമ്മുടെ സുരക്ഷിതത്വം സ്വർഗം ഏറ്റെടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനേക്കാൾ വലുതാ നമുക്ക് ദൈവം തരുന്ന സുരക്ഷിതത്വം. അതുകൊണ്ട് ആരോഗ്യത്തോടെ ഈ പന്തലിനകത്ത് കൊണ്ടുവന്നതിന് മാത്രം ദൈവത്തിനൊരു നന്ദി പറയാമോ? കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ! നമുക്ക് തന്ന ഈ തിരുവചനം ഒന്ന് കരങ്ങളിൽ പിടിക്കാമോ? ഈ വചനത്തിനായി സ്തോത്രമെന്ന് പറയാമോ? ഈ വചനമാണ് എനിക്ക് രൂപാന്തരം വരുത്തിയത്. ഈ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കും. ഈ വചനത്തിനായി നന്ദി യേശുവിൻ നാമത്തിൽ. ഈ വചനം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് എവിടായിരുന്നു? പ്രൈസലോ. നമുക്കതുകൊണ്ട് സന്തോഷത്തോടെ ഈ വചനത്തിലേക്ക് കടക്കാം. എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം. മതി. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിൽ 3 ഭാഗങ്ങൾ. മുഴുവൻ പറയാൻ സമയമുണ്ടോ എന്നറിയില്ല. ദൈവം അനുവദിക്കുന്നത് പറഞ്ഞ് പ്രാർത്ഥിക്കും. 1, ആ ഇഷ്ടത്തിൽ. 2, യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ. 3, നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. അപ്പോസ്തലനായ പൗലോസാണ് എബ്രായ ലേഖനം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ചരിത്രത്തിൽ ഉറപ്പില്ല. ആരാണേലും കുഴപ്പമില്ല, നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്. എബ്രായ ക്രിസ്ത്യാനികൾ യഹൂദന്മാരുടെ നടുവിൽ നിന്ന് വന്നവരാണ്. അവർ വിശ്വാസത്തിൽ വളരെ തീഷ്ണതയോടെയൊക്കെ വന്നെങ്കിലും കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ മന്ദീഭവിച്ചു. സഭായോഗങ്ങൾക്കൊന്നും വിലയില്ലാതായി. ഉത്സാഹത്തിൽ മടുപ്പുള്ളവരായി മാറി. ആത്മാവിൽ ക്ഷീണിച്ചവരായി മാറി. വിട്ടേച്ചു പോകുന്നതൊക്കെ നന്നായി തോന്നി. അങ്ങനെ മടുത്ത ഒരു സന്ദർഭത്തിൽ അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. യേശുക്രിസ്തു മോശയേക്കാൾ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണെന്നും തുടങ്ങി അങ്ങനെ പല കാര്യങ്ങളിൽ യേശുവാണ് ശ്രേഷ്ഠനെന്ന് തെളിയിച്ചു വരവേ 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു യാഗങ്ങളെക്കാൾ വലിയവനാണെന്ന് തെളിയിക്കുന്നു. ഇന്ന് രാത്രി നാം ഈ ഭാഗത്തൂടെ വളരെ ശാന്തമായി കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സഭായോഗങ്ങളുണ്ട്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനകളുണ്ട്, അകത്തൊരുപാട് യോഗങ്ങളുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പബ്ലിക്കിലൊരു മീറ്റിംഗ് വെക്കുമ്പോൾ നമ്മൾ പാടി ആരാധിക്കാൻ വേണ്ടി തുനിയണ്ട.
ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചു, ആരോടുള്ള വചനമാ പറയണ്ടേ? അകത്തുള്ളതാണേ അകത്തുള്ളത് പറയാം. ഇല്ല, പുറത്ത് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വരേണ്ട കാര്യം ഇല്ലായിരുന്നെന്ന് തോന്നണ്ട. നിങ്ങൾ വന്നതിന് നന്ദി. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ ദൂത് വെളിപ്പെടുകയുള്ളൂ. ദേശത്തൊരു പരസ്യ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നവരുടെ പിൻപിൽ അണിനിരക്കുന്ന സൈന്യങ്ങളാണ് നാം ഒരുമിച്ച് ഈ ദേശത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പോകുകയാണ്. ഈ ദേശത്ത് വർഷങ്ങളായി ആധിപത്യം പുലർത്തുന്ന അന്ധകാര ശക്തികളുടെ കോട്ടകൾ ഇടിക്കുവാൻ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് നാം തെളിയിക്കാൻ പോകുകയാണ്. ഒരു JCBക്കും ഇടിച്ചു നിരത്താൻ പറ്റാത്ത മതിലുകളാണ് ദുഷ്ടശക്തിയുടെ മതിലുകൾ. അതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനാ മുറികളിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ ചിലത് ഇടിഞ്ഞു വീഴുകയാ. ആർക്കും രൂപപ്പെടുത്താൻ കഴിയാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം മാറ്റം വരുത്തണമെങ്കിൽ പ്രാർത്ഥനയിൽ ജാഗരിക്കണം. രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശബ്ദപരിധിക്കകത്ത് ചിലർ കൂടി ഇത് കേൾക്കും. ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പട്ടണത്തിൻ്റെ നടുവിൽ സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ പറയുക. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ക്രൂശിനെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞിങ്ങനെ വന്നപ്പോൾ ആ റൂട്ടിൽ അങ്ങോട്ട് മാറിയിട്ട് ആത്മഹത്യയിലേക്ക് മാറിയത്. ഞാൻ പെട്ടെന്ന് ആത്മഹത്യയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇരുന്നവർക്കും ഒരു കൺഫ്യൂഷൻ, എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. ഇപ്പം എന്നെ ഈ ആത്മഹത്യയിലേക്ക് പോന്നു. പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കാകപ്പാടെ ഒരു അസ്വസ്ഥത. ദൂതൊന്നും ശരിയായില്ല, ഇനി ഉള്ള നേരത്തെ വീട്ടിൽ പോയാൽ മതി. ഞാൻ ആരോടും അധികം വർത്താനം പറയാതെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് സ്ഥലം കാര്യമാക്കി. ഇനി ആരും ഇതിനെക്കുറിച്ചൊന്നും പറയല്ലേ എന്നുള്ള ചിന്തയിരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്നെ ക്ഷണിച്ച ആ ദേവദാസി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രിത്തെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ചോദിക്കല്ലേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതാദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ആൻറ്റി എന്നെ ഇന്നലെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ക്രൂശിനെ കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ആത്മഹത്യയിലേക്ക് പോയി എനിക്കറിയില്ല. എന്നാൽ അതിനൊരു റിസൾട്ട് പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചെന്തു പറ്റി. ആൻറ്റി ഇങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൗണിലൂടെ ഒരു വണ്ടിയിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ദീർഘമണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചിട്ടാണ് വചനവും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ. അതെവിടൊക്കെ ചെന്ന് തുടരണമെന്ന് തമ്പുരാൻ അറിയാം. ഇന്ന് രാത്രിയിലും ദേശത്ത് ചില ആത്മഹത്യകൾ മാറിപ്പോകുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത നിലയിൽ എല്ലാറ്റും തകർന്നിട്ട് ഇനി ഒരു മനുഷ്യനെ കൊണ്ടും പണിയാൻ പറ്റാത്ത നിലയിൽ തകരപ്പെട്ട ചിലതിനെ വീണ്ടെടുക്കുവാൻ ഈ സുവിശേഷ യോഗങ്ങൾ മുഖാന്തരം ഇടയാകുമെന്ന് ആത്മാവിൽ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവരവിടെ ആ വണ്ടി ഒതുക്കിയിട്ടു. ആത്മഹത്യ എന്നൊരു മൈക്കിൽ കൂടെ കേൾക്ക്. ഇത് എവിടാന്നറിയില്ല. അവരവിടെ നിർത്തി അത് കേട്ടിട്ട് അവർക്ക് ആ ആൾക്കൂട്ടത്തിലേക്ക് വരാൻ മനസ്സില്ലാഞ്ഞിട്ട് അവർ അവിടുന്ന് യാത്ര ചെയ്ത് അടുത്തുള്ള ഒരു പെന്തക്കോസ്ത് സുവിശേഷകൻ്റെ വീട്ടിലെത്തി. അവിടെ ചെന്നവരുടെ വിവരം പറഞ്ഞു. ആ രാത്രിയിൽ ആ ദൈവദാസൻ അവർക്ക് വചനം പറഞ്ഞു കൊടുത്ത് അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. ഇന്ന് രാത്രിയിലും ഈ ദൈവം ജീവിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ സുവിശേഷ യോഗം കഴിയുമ്പോൾ അകത്തളങ്ങളിൽ കെട്ടപ്പെട്ട ചിലതിൻ്റെ കെട്ട അഴിഞ്ഞ് പുറത്തു വരുമെന്ന് വിശ്വസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഗദരദേശത്ത് കിടന്ന ഭൂതഗ്രസ്തനെ വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, അവനെ പരിചയമുള്ള ആരും അവനോട് കൂടെ ആ ശവക്കോട്ടയിൽ ഇല്ല. പക്ഷേ അവനെ തേടി വന്ന ഒരു യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. യെസ്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുക. 6000 ഭൂതം ബാധിച്ച ഒരുവനെ വീട്ടുകാർക്ക് തലവേദനയായി അവനെ കെട്ടപ്പെട്ട് കിടക്കുകയാ. ചങ്ങലകൾ ഉരുമ്മി ഒടിക്കുന്ന അവന്റെ മേലുള്ള ശക്തി വലുതാ. ശിഷ്യന്മാർ പോലും വളരെ കഷ്ടം അഭിമുഖീകരിച്ചു പോവുകയാ. പക്ഷെ കർത്താവിന് മാത്രമേ അറിയുള്ളൂ. 6000 ഭൂതങ്ങൾ ബാധിച്ച ഒരുവനെ വിടുവിക്കാൻ ഞാൻ അക്കരയ്ക്ക് പോകുകയാ. ശിഷ്യന്മാർ അനുഭവിച്ച കാറ്റും കോളുമൊന്നും അവർക്കും വിഷയമല്ലാതായി. ചെന്നപ്പോൾ തന്നെ വിടുവിക്കുന്ന രക്ഷകന്റെ സാന്നിധ്യത്തിൽ തന്നെ അവന്റെ മേലുണ്ടായിരുന്ന 6000 ഭൂതങ്ങൾ അവിടുന്ന് പോയി പന്നിക്കൂട്ടത്തിലേക്ക് കടന്ന് ആ മനുഷ്യൻ ഫ്രീ ആയെങ്കിൽ ഇന്ന് രാത്രി ദേശത്ത് ചില കുടുംബങ്ങൾക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന ചില കുടുംബങ്ങളെ വിടുവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ആത്മാവിൽ കാണുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ശത്രുവിന്റെ അവകാശവാദങ്ങളിൽ രാത്രിയിൽ തകരുകയാ. ആത്മരക്ഷ ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ചില വിടുതലുകൾ ഇതിനകത്ത് നടക്കട്ടെ. മാനുഷികമായി ഒരുക്കിയ ഒരു ദൂത് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ അയച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ വചനം അത് പാറകളെ ഇടിച്ചു കളയുന്നതാണ്. ഇന്ന് രാത്രി
വിശ്വസിക്കുന്നു. പാറയെ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി ഈ ചുറ്റിക ഇവിടെ പ്രയോഗിക്കുമ്പോൾ അനേക അടികൊണ്ട് തകരാത്ത ചിലത് തകരും. ഞാൻ വിശ്വസിക്കുന്നു, പന്തലിനകത്തല്ല, ഈ ഇരുട്ടത്ത് മാറിയിരിക്കുന്ന ചിലവ്, രഹസ്യമായി സുവിശേഷം കേൾക്കുന്ന ചിലർ, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണം എന്ന ചോദ്യവുമായി മടങ്ങി വരുന്ന കാഴ്ച ആത്മാവിൽ കാണാൻ കഴിയുന്നവർ ദൈവത്തിന് നന്ദി പറയാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അത് വിശ്വസിക്കണം. സുവിശേഷ യോഗങ്ങളുടെ പ്രാധാന്യം എന്താ? സുവിശേഷം മരണം മാറ്റുന്നതാ. സുവിശേഷം വന്നത് കോടിക്കണക്കിന് രൂപ ഡിപ്പോസിറ്റ് ചെയ്യാനല്ല. സുവിശേഷം വന്നത് സ്കൂൾ സ്ഥാപിക്കാനല്ല. സുവിശേഷം വന്നത് മനോഹരമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പണിയാനല്ല. പിന്നെന്തിനാ? പാപത്തിൽ തകർന്നു കിടന്ന് ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത വിധത്തിൽ തകർന്ന മനുഷ്യനെ പണിതെടുക്കാനാ. ഈ ദേശത്ത് ആർക്കും പണിയാൻ പറ്റാത്ത വിധത്തിൽ തകർന്ന ഒരാളുണ്ടോ? സുവിശേഷത്തിന് പണിയാൻ പറ്റാത്ത നിലയിൽ തകർന്ന ആരുമില്ല. അങ്ങനെ 100 കണക്കിന് ഉദാഹരണങ്ങളല്ലേ വേദപുസ്തകത്തിലുള്ളത്. ഞാൻ വളരെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ശമര്യക്കാരി സ്ത്രീ. ഒരു മനുഷ്യൻ കടന്നു ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത പട്ടണത്തിലൂടെ യേശു കടന്നു ചെന്നു. നട്ടുച്ചയ്ക്കാണ് കടന്നു ചെന്ന്. ഉച്ചയ്ക്ക് പോയതിൻ്റെ കാര്യം എന്നാന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. രാവിലെയും വൈകിട്ടും ആ സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്നത്. ആ സമയത്ത് പോയാൽ ഇവളെ കൊന്നുകളയുന്ന നാവുകൊണ്ട് ബാക്കി കാണത്തില്ല. അതുകൊണ്ട് അവളെല്ലാവരും അകത്ത് കയറുന്ന നട്ടുച്ചയ്ക്കാണ് ഇവള് വെള്ളത്തിന് പോകും. കർത്താവിനറിയാം അവള് കിണറിൻ്റെ അടുക്ക വരുന്ന സമയം. നീ തകർന്ന് ചെല്ലുന്ന സമയത്ത് നിന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. ലോകത്തിലെ ആർക്കും നിന്നെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവളുടെ സ്വഭാവം കൊണ്ടായിരിക്കും. 5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 6ാമത്തെ ആളിനെയും കൊണ്ടാണ്. ഞാൻ അവൾക്കൊരു അവാർഡ് കൊടുക്കണമെന്ന് ഓർക്കുക. ഒരാളെ കൊണ്ട് തന്നെ മടുത്ത് നിരാശപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ ഈ 6 പേരെയൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അവൾ എന്നെ ബുദ്ധിമുട്ടി കാണും. അവളുടെ വിഷമം അറിഞ്ഞ കർത്താവ് ചെന്ന് ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എണ്ണം കൂടുമെന്ന് കർത്താവിനറിയാം. പക്ഷേ സുവിശേഷം ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന ആളാരാണെന്ന് കർത്താവ് പഠിച്ചപ്പം പഞ്ചായത്ത് മെമ്പറേക്കാൾ നല്ലത് ഇവളാണെന്നറിഞ്ഞു. പഞ്ചായത്ത് മെമ്പറിൻ്റെ കൊടുത്താൽ അത് ആ ഫയലിലിരിക്കും, നോക്കാം, അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ തീരുമാനിക്കാമെന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടയിൽ അങ്ങ് കൊടുത്താൽ ഒന്നും നോക്കാനില്ല. അതുകൊണ്ടാണ് നമ്മളെ ഏൽപ്പിച്ചേക്കണേ. അടുത്ത ആഴ്ചത്തെ ഗുഡ് ന്യൂസ് വരുന്നതിന് മുമ്പേ നമ്മൾ പരത്തുമെന്നറിയാവുന്നതുകൊണ്ടാണ് പലതും നമ്മുടെ ഏൽപ്പിക്കുന്നത്. നമുക്കതിനുള്ള പ്രത്യേക കഴിവുണ്ട് സഹോദരിമാരെ. അത് സുവിശേഷത്തിന് വേണ്ടി ഡൈവേർട്ട് ചെയ്താൽ നല്ലതാ. മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ചെയ്തതിൻ്റെയൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. ഇനി അത് വേണ്ട, ഈ കയ്യിൽ ലഭിച്ച ഈ വചനത്തിനു വേണ്ടി നിങ്ങളുടെ കഴിവുകൾ വിനിയോഗിക്കുക. ചിലതിനകത്ത് വരും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, ഈ ചുറ്റുപാടുമുള്ള ദൈവസഭകളിലൊക്കെ ആത്മാക്കൾ നിറയട്ടെ. കൊയ്ത്ത് വരുമ്പോൾ എവിടെല്ലാമാ വരുന്നതെന്നറിയത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കാം. ദൈവം ഒരു ഉണർവയക്കാൻ പോകുക. എനിക്കറിയില്ല, ഞാൻ ഈ വചനത്തേക്ക് കയറാൻ പോവുക. പക്ഷേ ദൈവം ഒരു ഉണർവയച്ച് ഒരു 5 ലക്ഷം പേര് പന്തളത്ത് എല്ലാവരും കൂടി വന്നാൽ നിർത്താൻ സ്ഥലമുണ്ടോ? കണ്ടോ, ഏക്കറുകളുള്ളവർ മിണ്ടുന്നില്ല. ഞങ്ങളുടെ പറമ്പ് ഞങ്ങൾ വിട്ടുകൊടുത്തേക്കാന്ന് പറയാൻ 10 പേര് വന്നാൽ ഈ ആഴ്ച ഉണർവ് വരും. നമ്മൾ നമ്മുടെ വീടും തുറക്കുകയല്ല, നമ്മുടെ ദേശത്തോരാ ഗേറ്റ് ഒന്ന് തുറന്നിട്ട് പറമ്പിൽ കയറണമല്ലോ. നമ്മുടെ മനസ്സ് കുറെ കൂടെ വിശാലമാകട്ടെ, ആൾക്കാർ വരും. ഹല്ലേലൂയ. 2020 ഒരു ഉണർവിൻ്റെ വർഷമാണ്. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്ന് കിടക്കുകയാ. അതിനകത്ത് കയറേണ്ടവരൊക്കെ ഓടി കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും രഹസ്യത്തിൽ യേശുവിനെ അംഗീകരിക്കുന്നവർ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ 1000-10,000 കണക്കിന് രഹസ്യ ക്രിസ്ത്യാനികൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. നമ്മൾ കാണുന്നത് പീഡനങ്ങളോ രക്തസാക്ഷി മരണങ്ങളോ ആയിരിക്കാം. ഭാരപ്പെടരുത്, തളരരുത്, പിന്മാറരുത്. ഒരു കൂട്ടം രഹസ്യ ക്രിസ്ത്യാനികൾ എഴുന്നേൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഒറ്റ സെക്കൻഡ് പോരെ. കൊറോണ വൈറസ് വന്ന ചൈനയിലായിരുന്നു ഏറ്റവും കൂടുതൽ ക്രിസ്തീയ പീഡനം നടന്നത്.
ഇപ്പോഴീ വൈറസിൻ്റെ ഇടയ്ക്കും അവിടെ പീഡനം നടക്കുക. അത്ര തൻ്റെ ഇടമുള്ളവരവിടെയുണ്ട്. പക്ഷെ ഞാനൊരു സന്തോഷ വാർത്ത പറയാം. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും കൂടുതൽ കോപ്പി കഴിഞ്ഞ വർഷങ്ങളിൽ അച്ചടിച്ചിറക്കിയത് ചൈനയെന്നാണ്. ഇത് കത്തിച്ച സ്ഥലത്ത്, ഇത് നശിപ്പിക്കാൻ തീരുമാനിച്ച സ്ഥലത്ത്, രഹസ്യ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ച സ്ഥലത്ത് ഈ പുസ്തകം ഏറ്റവും കൂടുതൽ അച്ചടിച്ച് പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, അനേക പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ പുസ്തകം ഇതുവരെ എത്തിയത്. ഇതിനെ തകർക്കാൻ ലോകത്തിലെ ഒരു സംഘടനയ്ക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ പുസ്തകത്തെ ഉയർത്തുന്നവരെ തകർക്കാമെന്ന് വെച്ചാൽ സാരമില്ലെന്നേ, ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലും. പക്ഷേ നീ മനസ്സാന്തരപ്പെടണം. ഞങ്ങളിൽ ഒരാളെ തകർത്താൽ ഞങ്ങൾക്കൊന്നുമില്ല, പോകാനുള്ളിടത്ത് ഞങ്ങൾ പോകും. പക്ഷെ നിങ്ങൾ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. സ്തെഫാനോസിനെ കല്ലെറിയുന്നവർ അടുക്ക പോയി നിൽക്കാതെ വസ്ത്രം സൂക്ഷിച്ചവനാ പിന്നീട് ഈ പുസ്തകത്തിന്റെ ബാക്കിയുള്ളതെല്ലാം എഴുതി ചേർത്തത്. അപ്പൊ ചരിത്രത്തിൽ ദൈവവചനത്തിനു വേണ്ടി ചിലത് എഴുതി ചേർക്കാൻ വേണ്ട ചിലത് പുറത്തു നിൽപ്പുണ്ട്. അതിനെ ഈ പെട്ടകത്തിനകത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചോ, പെട്ടകത്തിനകത്ത് ചിലരും കൂടെ കേറിയാലേ വാതിൽ അടയത്തുള്ളന്നേ. കർത്താവായ യേശുവേ വേഗം മരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാ. പക്ഷേ തൊട്ട അയൽവക്കത്തെ ആൾ കയറിയോ? അത് കയറിയില്ല. അതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ വേഗം വരണേന്ന്. ആ വേഗം ഒന്ന് മാറ്റി വെച്ചു വരണേന്ന് പ്രാർത്ഥിച്ചു. അവരോടൊന്ന് പറ, അവരോടൊന്ന് കയറട്ടെന്നേ. നല്ല മനുഷ്യരാ, പക്ഷെ കണ്ണൊന്ന് തുറക്കണം. ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണുകൾ അടച്ചു വച്ചിരിക്കുമ്പോൾ ഞാൻ ദൈവമക്കളോടൊരു ദൂത് പറയാം. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം കുറച്ചിട്ട് പായലോട്ട് മുട്ടുകുത്തി പറയണം, എൻ്റെ അയൽവാസി പെട്ടകത്തിൽ കയറിയേ പറ്റൂ. ഹല്ലേലൂയ. അങ്ങനെ ഒരു നിർബന്ധത്താൽ പ്രാർത്ഥിക്കാമെങ്കിൽ ചിലർ ഈ പെട്ടകത്തിൽ കിടക്കും. 120 വർഷം പ്രസംഗിച്ച് നോഹ വിശ്വാസത്താൽ മഴ കണ്ട പ്രസംഗിച്ച്. അതിനു മുമ്പ് മഴ കണ്ടിട്ടില്ല. മഴയെന്ന് പറഞ്ഞ സാധനം എന്നാന്നറിയത്തില്ല. പക്ഷെ പ്രസംഗിക്കാൻ പറഞ്ഞവൻ പറഞ്ഞു, പ്രസംഗിച്ചു. പണിത ആശാരിമാരൊരു 100 പ്രാവശ്യം കേട്ടതാ മഴയുടെ കാര്യം. പക്ഷെ അവർ പോലും വിശ്വസിച്ചില്ല, അകത്ത് കയറിയില്ല. പക്ഷെ കുടുംബം രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ടിയെങ്കിലും അവരെങ്കിലും ഈ പെട്ടകത്തിലൊന്ന് കയറണം. എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ വചനത്തിലേക്ക് കയറാൻ ഇങ്ങനെ തത്രപ്പെടുക. ആ വീട്ടിൽ 3 മരുമക്കൾ വന്നു. ആ 3 പെൺപിള്ളാരും രക്ഷപ്പെട്ടു. അതെ, 3 മരുമക്കൾ വന്നു, 3 പേരും രക്ഷപ്പെട്ടു. ഒരാൾ പറയാ, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അവൾ മുങ്ങിയേന്. ഇന്നത്തെ മരുമക്കളെ 3 പേരെയും കൂടെ പെട്ടത്തിൽ കയറ്റാൻ പറ്റുമോ? ഒരാളെ തന്നെ എന്ത് വിഷമിച്ചാന്ന് അമ്മമാരുടെ മുഖം നോക്കി അറിയാം. അപ്പം ഈ 3 മരുമക്കളും കൂടെ പെട്ടകത്തിൽ കയറണമെങ്കിൽ നോഹ ആരായിരുന്നു? മനസ്സിലാകുന്നുണ്ടോ? അകത്തെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, അതൊക്കെ കളഞ്ഞേച്ച് പോകാൻ നോക്ക്. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ട് ഈ പരസ്യയോഗമല്ലേ നിർത്തുക. വചനത്തിലേക്ക് വരിക. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഇഷ്ടത്തിൽ, ഏതിഷ്ടത്തിൽ? യേശു ക്രിസ്തുവിൻ്റെ യാഗം ഒരു ഇഷ്ടത്തിൻ്റെ മറുപടിയാണ്. മറ്റുള്ള മനുഷ്യര്, മൂപ്പന്മാര്, ശാസ്ത്രിമാര്, മഹാപുരോഹിതന്മാര്, അധികാരങ്ങളൊക്കെ ഒരുപാട് എതിർക്കുകയും കൊന്നുകളയാൻ ശ്രമിക്കുകയും ചെയ്തയാളാണ് യേശു ക്രിസ്തു. പക്ഷെ അവരുടെ ഒന്നും ഇഷ്ടത്തിന് തമ്പുരാൻ കൊല്ലാൻ അനുവദിച്ചില്ല. പക്ഷേ മറ്റൊരിഷ്ടത്തിന് അതേതാ ഇഷ്ടം? നമുക്കറിയാം. ഞാൻ വേഗത്തിൽ പോവുക. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വേഗത്തിലൊന്ന് എടുത്ത് ഓഡിയൻസിൻ്റെ ഇടയിലാണ് വായിച്ചെന്നല്ല. മതി. എന്നാൽ അവരെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഏതിഷ്ടമാ അവിടെ നടന്നത്? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം. എന്താ ആ ഇഷ്ടത്തിന് കാരണം? ആദാമ്യവർഗം പാപം ചെയ്ത് ദൈവത്തിൽ അകന്നപ്പോൾ ദൈവവും മനുഷ്യനുമായുള്ള അകൽച്ച വർദ്ധിച്ചു. കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തുപോയി.
ആദാമേ നീ എവിടെയെന്ന് ചോദിക്കത്തക്ക നിലയിൽ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച ആദാം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ പാപത്തിനടിമകളായി പാപലോകത്തിൽ ജീവിക്കുക, അവരുടെ സന്തതി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക. സ്വർഗത്തിൽ ദൈവം ആഗ്രഹിച്ചത് മനുഷ്യനോടുള്ള കൂട്ടായ്മയാണ്. കൂട്ടായ്മ നഷ്ടപ്പെട്ട മനുഷ്യൻ നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മടങ്ങി വരാൻ അവർ തീരുമാനിച്ചില്ല. അവർ അകന്നകന്നു പോയി. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിലൊരു വേദന. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമനുസരിച്ച് എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിനടിമകളായി വീണ്ടുപോയപ്പോൾ അവരെ വീണ്ടെടുക്കാൻ ആരെ ഞാൻ അയക്കേണ്ടു? ആ ചോദ്യം സ്വർഗത്തിൽ മുഴങ്ങിയപ്പോൾ അടിയനി അയക്കണമേ എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് വരാൻ തയ്യാറായ ദൈവപുത്രനായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സമത്വത്തിലിരുന്ന് തന്നോട് തുല്യനായിരുന്ന് സ്വർഗാദി സ്വർഗങ്ങളിൽ വാണരുളിയ ആ ദൈവത്തിന്റെ പുത്രൻ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താലത്രേ. ആ ഇഷ്ടത്തിൽ ഭൂമിയിലേക്ക് വന്ന യേശു കുരുടരെ സൗഖ്യമാക്കി കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, മുടന്തന് കാല് നേരെയാക്കി, ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്തു. 38 വർഷം കിടന്ന രോഗിയെ എഴുന്നേൽപ്പിച്ചു. എല്ലാം ചെയ്തു. അതിനിടയിലൊക്കെ തന്നെ തകർക്കാൻ പലപ്പോഴും ശ്രമിച്ചു. പിശാചും മനുഷ്യരും ശ്രമിച്ചു, സമ്മതിച്ചില്ല. ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് രോഗികളെ സൗഖ്യമാക്കുവാൻ വേണ്ടിയല്ല, അത് ചെയ്തു എന്ന് മാത്രം. കാനാവിലെ വിവാഹ വീട്ടിൽ ഒരു അത്ഭുതം ചെയ്യാനല്ല, മരിച്ച ലാസറിനെ ഉയർപ്പിക്കാനല്ല, മറിച്ച് അവൻ വന്ന ലക്ഷ്യം ക്രൂശായിരുന്നു. ക്രൂശിലേക്ക് ലക്ഷ്യം വെച്ച് നടന്ന ദൈവപുത്രനെ തകർക്കാൻ വേറൊരു ശക്തിക്കും കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയുക. യഹോവയ്ക്ക് ഇഷ്ടം തോന്നി പുത്രനെ ക്രൂശിലേക്ക് നടത്തിയെങ്കിൽ നിന്നെ തകർക്കാൻ ചില സമയം ദൈവം അനുവദിക്കുന്നതിന്റെ പിൻപിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. നീ തകർക്കപ്പെടുന്നെങ്കിൽ, നീ വേദനിക്കപ്പെടുന്നെങ്കിൽ, എല്ലാം നഷ്ടമായെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ക്രൂശിന്റെ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വരുന്നെങ്കിൽ ഓർക്കുക, അതിന്റെ പിൻപിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവിക പദ്ധതി പ്രകാരം ദൈവത്തിന്റെ സമയമായപ്പോഴാണ് അവൻ ക്രൂശിൽ തകർക്കപ്പെട്ടത്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവിചാരിതമായിട്ടല്ലല്ലോ. യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ചു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. നടന്നു. അന്നുവരെ ചരിത്രത്തിൽ നടക്കാത്ത സംഭവമാ കന്യക ഗർഭിണിയാവുന്നത്. അതെഴുതി പകർത്തി എഴുതിക്കൊണ്ടിരുന്ന ശിമ്യോൻ എന്ന മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ ന്യായപ്രമാണം പകർത്തി എഴുതി വരവേ യെശയ്യാ 7:14 തന്റെ മുൻപിലെത്തി. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ താൻ എഴുതിക്കൊണ്ടിരുന്ന തൂലിക താഴെ വെച്ചിട്ട് പറഞ്ഞു, ഇല്ല, ഞാനതെന്റെ കൈ കൊണ്ട് എഴുതില്ല, അതൊരിക്കലും സംഭവിക്കില്ല. കർത്താവ് അവനോട് പറഞ്ഞു, നീ അത് എഴുതുക മാത്രമല്ല, നിന്റെ കണ്ണുകൊണ്ടത് കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ മാതാപിതാക്കൾ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് അതിന് പകരമായി യാഗം കഴിക്കാൻ കൊണ്ടുവന്നപ്പോൾ വന്യനും വയോധികനുമായ ശിമ്യോൻ ആ ആലയത്തിലേക്ക് ദൈവാത്മ നിയോഗത്താൽ വന്നു. വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ ആലയത്തിലേക്ക് വന്നപ്പോൾ യേശു കുഞ്ഞിനെ കൈകളിൽ ഏന്തിയ മാതാപിതാക്കൾ അവിടെ നിൽക്കുകയാ. ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് നോക്കി പറയുക, ഇപ്പോൾ നാഥ നീ കണ്ണുകൊണ്ട് കാണുമെന്ന് പറഞ്ഞത് കാണും. ഹല്ലേലൂയ.
ഒരു നിമിഷം ഒന്ന് നിൽക്കണേ. കുഞ്ഞിനോടാ നാഥാന്ന് വിളിച്ച്. ഇപ്പോൾ എല്ലാവരോടും നാഥാന്നാ വിളിക്കുന്നു. കുഞ്ഞിൻ്റെ അമ്മയെ വിളിച്ചില്ല. നമുക്കൊരു ഭയങ്കര സംശയമുള്ള കാര്യം അത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയാം, നാഥാന്ന് യേശുവിനെ മാത്രം വിളിച്ചത് വെളിപ്പാട് കൊണ്ടാണ്. സ്വർഗീയ വെളിപ്പാട് പ്രാപിച്ച് പരിശുദ്ധാത്മ നിയോഗമുള്ളവൻ യേശുവിനെ നാഥാന്ന് വിളിക്കുകയുള്ളൂ. യേശുവിനെ കാണാനായി വിദ്വാൻമാർ കിഴക്ക് നിന്ന് പോയി എന്നൊക്കെ വേദപുസ്തക ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ വരുന്നത് പിറവത്തിനടുത്തു നിന്നാണ്. പിറവത്തുള്ള പള്ളിയിൽ രാജാക്കന്മാരുടെ പള്ളി എന്നാണ് പറയുന്നത്. അവിടെയുള്ളവർ പറയുന്ന രാജാക്കന്മാർ അവിടുന്നാണ് പോയെന്നാണ്. നിങ്ങൾക്ക് അസൂയുണ്ടെങ്കിൽ സ്വോത്രം ചെയ്യണ്ട. അവിടുന്നാണ് അവർ പൊന്നും മൂരും കുന്തിരുക്കോ ഒക്കെ ആയിട്ട് പോയെന്ന് പറഞ്ഞ് പള്ളി പണിയിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ രാജാക്കന്മാരേ എന്ന് അവർ വിളിക്കുന്നത് ആവശ്യം വരുമ്പോൾ. ഇവിടുന്ന് ഒരുപാട്ടെ പോയി. പക്ഷേ അവരവിടെ ചെന്ന് പൊന്നും മൂരും കുന്തിരിക്കവും ഒക്കെ അവന് കാഴ്ച വെച്ചു, അവനെ നമസ്കരിച്ചെന്നൊക്കെയായി പുസ്തകം എഴുതിയേക്കുന്നു. ഇതിൻ്റെ പേരിൽ നമ്മുടെയിലും കുഴപ്പമുണ്ട്. അതും കൂടെ പറയണമല്ലോ, പബ്ലിക് മീറ്റിംഗ് അല്ലേ. ചിലർ പറയും മാതാവെന്ന് പറഞ്ഞാൽ മുട്ടയുടെ തൊണ്ട, മാതാവ് അങ്ങനെ ഒരു കുഴപ്പക്കാരിയാന്നുള്ള രീതിയിലൊക്കെ പറയും. അവർ അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ ഇന്ന് രാത്രി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, അവർ ഭാഗ്യവതിയായ സ്ത്രീയാ, അവർ ബഹുമാനത്തിന് അർഹയായ സ്ത്രീയാ, ആദരവേറ്റുവാങ്ങുന്ന സ്ത്രീയാ. കാരണം ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഒരു ദൈവപുത്രനെ വഹിക്കാൻ ആർക്കും ഭാഗ്യം ലഭിക്കാതിരുന്നപ്പോൾ സ്വന്തം ഗർഭപാത്രത്തെ വിട്ടുകൊടുത്ത് ഉദരത്തിൽ ചുമന്ന് കൈകളിൽ എടുത്ത് വളർത്താൻ ഭാഗ്യം ലഭിച്ച മറിയേക്കാൾ ഭാഗ്യവതി ആരാ ഭൂമിയിലുള്ളേ? ആരെങ്കിലും പറയുന്നൊന്നും വിശ്വസിക്കരുത്. പക്ഷേ ആരാധനയ്ക്ക് യോഗ്യല്ലെന്നാ ഞങ്ങൾ പറയുന്നുള്ളൂ. ആരാധനയ്ക്ക് യോഗ്യൻ അവൻ മാത്രം. അതുകൊണ്ടാണ് അവനെ നമസ്കരിച്ചത്, അവനെ ആരാധിച്ചത്, നാഥ എന്ന് അവനെ വിളിച്ചത്. അല്ലാതെ ഞങ്ങൾക്ക് മാതാവിനോട് ഒരു പിണക്കവുമില്ല. പണ്ടൊക്കെ ഞങ്ങളെ വിളിക്കുന്ന അമ്മയില്ലാത്തവരെന്നാ. ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്ന പോലെ ആരും അമ്മയെ സ്നേഹിക്കണില്ല. ഹല്ലേലൂയ. കാരണം അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തോണോന്ന് അമ്മ പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കുന്നു. ബാക്കി എല്ലാവരും അമ്മ പറഞ്ഞ അനുസരിക്കുക, ഞങ്ങൾ പറയണത് കേൾക്കുന്നില്ല, കർത്താവ് പറഞ്ഞതും കേൾക്കുന്നില്ല. അപ്പം ഞങ്ങൾ യഥാർത്ഥത്തിൽ അമ്മയെ ആദരിക്കുന്നവർ. പക്ഷെ ആരാധിക്കാനൊരു വകുപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ദൈവപുത്രനെ മാത്രമേ ആരാധിക്കുന്നു. എൻ്റെ വിഷയം അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നാഥാ തിരുവചനം പോലെ അടിയനെ നീ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അങ്ങനെ പറഞ്ഞേച്ച് പറയാനുള്ള അർത്ഥം നീ അവനെ കാണാതെ മരണം കാണുകയില്ലെന്നാ പറഞ്ഞേ. അപ്പം മരണം നടക്കണമെങ്കിൽ മരണമില്ലാത്തവനെ കണ്ടിട്ടേ ശിമിയോന് പറ്റൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മരണത്തിനു മുൻപ് മരണമില്ലാത്തവനെ കാണാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, മരണമില്ലാത്ത യേശുവിനെ നമ്മുടെ മരണത്തിന് മുൻപ് കണ്ടെങ്കിൽ അവനെ സ്തുതിക്കാതിരിപ്പാൻ കഴിയുമോ? ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. യേശുക്രിസ്തു ഭൂമിയിലേക്ക് കന്യകയുടെ മകനായി ജനിക്കുമെന്ന് പറഞ്ഞു. ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു. ശിശുക്കൾ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു. കഴുതപ്പുറത്ത് ബേത്ലഹേമിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വിവിധ പ്രവചനങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് നിറവേറിയെങ്കിൽ ക്രൂശു മരണവും നിറവേറിയത് തന്നെയാണ്. അവനെ തകർക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. പക്ഷേ എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ അവനെ തകർത്തത് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയായിരുന്നു. അതറിയുമ്പോൾ എങ്ങനെ ഞാൻ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? യേശുക്രിസ്തു ക്രൂശിൽ യാഗമായത് ആ ഇഷ്ടത്തിലാണ്, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ. നിങ്ങളുടെ മകനെ തകർക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങളുടെ മകൻ്റെ ഒരു കിഡ്നി കൊടുക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? അയൽവാസിയായ ഏറ്റവും അടുത്ത ആളിൻ്റെ കണ്ണ് പോയൊരു കണ്ണ് കൊടുക്കാൻ നിങ്ങളുടെ മകനെ അനുവദിക്കുമോ? അപ്പോൾ പിന്നെ ശത്രുവിന് കൊടുക്കാൻ സമ്മതിക്കുമോ? ദൈവവചനം പറയുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ, അഭക്തരായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു.
ഇന്ന് രാത്രി യോഗ്യത നോക്കാതെ നമുക്ക് പകരമായി അർപ്പിക്കപ്പെട്ട ഒരേ ഒരുവൻ യേശുക്രിസ്തുവാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഏക മാർഗം ബൈബിൾ അല്ലേ? ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. അതാ കിട്ടാത്തത്. സ്നേഹമെന്ന് പറയുന്ന സാധനം ഇല്ല, അത് പോയി. പക്ഷേ ദൈവപുത്രൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇത്ര വിശാലമായ ഈ കാലഘട്ടത്തിൽ ഇന്ന് പകൽ കണ്ട കേട്ട ഒരു സംഭവം, ഒരു മാതാവ്, പിതാവ്, 2 പെൺമക്കൾ. മാതാവ് വളരെ കാലമായി അധ്വാനിച്ച് വീട് നടത്തുക. ഭർത്താവിന് ഒറ്റ ജോലിയേ ഉള്ളൂ, മദ്യപാനം, ഇടി. അങ്ങനെ കൃപയുള്ളവരുണ്ട്. ഇടിക്കാൻ ഒരു കൃപയ്ക്കും കുറവില്ല. 2 പെൺപിള്ളേരെയും കെട്ടിച്ചു വിട്ടു. അവർക്ക് മക്കളുമായി സുഖമായിട്ട് ജീവിക്കുക. എന്നാലും അമ്മ ചെലവിന് കൊടുക്കണം. അമ്മയുടെ ഒരു ഗതികേടെ. അങ്ങനെ വർഷങ്ങൾ അവരെ നോക്കിക്കൊണ്ടിരുന്ന് ആ വീടിൻ്റെ മുഴുവൻ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അവർക്ക് ഉദരത്തിലൊരു അസുഖം ഉണ്ടായിട്ട് അവർക്കൊരു സർജറി ആവശ്യം വന്നു. മക്കളോടും അപ്പനോടും പറഞ്ഞ് എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. അവരാരും കൊണ്ടുപോയില്ല. ആ സമയത്ത് തന്നെ സ്ഥിരമായി പണിക്ക് വിളിച്ചിരുന്ന മേശ്രി അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. സർജറി ചെയ്തപ്പോൾ കൂട്ടു നിന്നു. സുഖമായപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഈ മേശ്രിയോടെ താമസിച്ചോളാം. അതാ ഇപ്പോഴത്തെ പ്രശ്നം. നീ കെട്ടിയ പെണ്ണിനെ നീ നോക്കിയെങ്കിൽ മേശ്രി നോക്കണോ? അപ്പം സുഖമില്ലാതെ വന്നപ്പോൾ മേശ്രി വേണം. ഇപ്പം പുള്ളി മേശ്രിയോടെ താമസിച്ചോളാന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി, ആഭ്യന്തര പ്രശ്നമായി. അത് തീർക്കാൻ നടക്കുക. ഞാൻ കേട്ടപ്പോൾ പറഞ്ഞു ആ സ്ത്രീ എവിടെയും പോയി ഒരു സമാധാനത്തിൽ ജീവിക്കട്ടെ. അവരേതായാലും സുവിശേഷമൊന്നും അറിഞ്ഞിട്ടുള്ള ആളല്ല, അവർ ലോകപ്രകാരം ജീവിക്കുന്ന ഒരാൾ. അവർക്കൊരു തലയ്ക്ക് വെളിവ് വേണ്ടേ? എന്താ ഇതിൻ്റെയൊക്കെ കാരണം? അമ്മ അധ്വാനിക്കുന്ന പണം മതി, സ്നേഹിക്കാൻ നേരെയില്ല. ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം ഇവിടെയാ കാണുന്നേ. നീ എന്തെങ്കിലും കൊടുത്തിട്ടാണോ നിന്നെ സ്നേഹിച്ചേ? തമ്പുരാന് കൊടുത്ത് സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളും ഈ ലോകത്തിലില്ല. 60 വയസ്സ് വരെ ഈ ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കുക. ഓക്സിജന്റെ കുറ്റിക്ക് 1 മണിക്കൂറിന് 4000 രൂപയാണ്. 60 വയസ്സ് വരെയുള്ളത് മണിക്കൂർ കണക്കിന് കൂട്ടി തിരിച്ചു കൊടുത്തേച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ ഇന്ന് വലിക്ക് നിർത്തുവോ? പറ്റിയല്ല. അധ്വാനിക്ക് പോലും, അംബാനിക്ക് പോലും കൊടുക്കാൻ പറ്റിയല്ല. അപ്പം പിന്നെ എന്നതാണ് നമ്മൾ ഈ നെകളിക്കുന്നതിൻ്റെയൊക്കെ കാരണം? ചില മനുഷ്യരകത്തോട്ട് വേറൊരു സാധനം ചെന്ന് കഴിയുമ്പോൾ പറയണതേ ഞാൻ ആരാണെന്നറിയാവോ? പിന്നെ അറിയാം. ഈ ശ്വസിക്കുന്ന സാധനം നിന്നു പോയാൽ ചേട്ടൻ്റെ പേര് ശവമെന്ന. അത് വല്ലതും അറിഞ്ഞിട്ടാണോ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? ഞാൻ ആരാന്നറിയാവോ? ആരാന്നറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാത്തെ. പ്രിയമുള്ളവരെ, ലോകത്തിലെ സ്നേഹമെല്ലാം നശിച്ചു പോവുമല്ലേ? വൃദ്ധ മാതാപിതാക്കളെ വെളിയിൽ ഇറക്കി വിട്ടേച്ച് വസ്തുവും വീടും എല്ലാം എഴുതി മേടിച്ചുകൊണ്ട് മക്കൾ പോവുക. ഇത് എവിടുത്തെ ന്യായമാണ്? സ്നേഹമില്ല. കർത്താവ് പറയുന്നു, ലോകം നിന്നെ കൈവിടട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കാം. അതിനുവേണ്ടിയാ ഞാൻ ആ കാൽവറി കുലക്കളത്തിൽ കിടന്നത്. ദീർഘമണിക്കൂറുകൾ കൈകളിലും കാലിലും ആണിതറയ്ക്കപ്പെട്ട് തലയിൽ മുൾമുടി വെച്ച് കിടന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ തകർക്കപ്പെട്ടത് നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഈ ദേശത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ലോകത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യ, നിന്റെ കുടുംബക്കാർക്ക് നീ ഒരു ഭാരമായിരിക്കാം. പക്ഷേ നീ മടങ്ങി വന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവപുത്രൻ ഇവിടെയുണ്ട്. നീ ആത്മഹത്യ ചെയ്യണ്ട, നീ മറ്റൊരു വഴികളിലേക്കും പോകണ്ട. നിന്റെ പാപത്തിന്റെ വഴികളെ വിട്ട് നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട കാൽവറിയിലേക്ക് മടങ്ങി വാ. ഇനിയും ഈ സന്ദേശം നിനക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, പ്രിയമുള്ളവരെ, അകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം. ഞാനിന്ന് വന്നപ്പോൾ കോട്ടയത്ത് ഒരു ബോർഡ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, വ്യാജ വാർത്ത പരത്തുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ സദ്വാർത്ത പരത്തുന്നേ. എന്നിട്ട് ഞങ്ങളെ വിടണുണ്ടോ? പലരും രാത്രി വീട്ടിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഞങ്ങൾ റോഡില്ല.
കല്ലേറ് മുഴുവൻ ഞങ്ങൾക്ക്. നിങ്ങൾ നന്നാവാനുള്ള വാർത്തയായി പറയുന്നേ. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വാർത്ത കൊണ്ടൊന്നും നിങ്ങൾ നന്നാവിയല്ല, വീട് നന്നാവുമായിരിക്കും. പക്ഷെ മനുഷ്യൻ നന്നാവണമെങ്കിൽ സുവിശേഷത്തിന്റെ സത്യം അകത്ത് കയറണം. ഏത് കൊലകൊമ്പരെയും ദൈവസന്നിധിയിൽ വിനയമുള്ളവരാക്കാൻ ഈ ദൈവത്തിന് കഴിയും. അതിനു വേണ്ടിയാണ് അവൻ തകർക്കപ്പെട്ടത്. ജയിലുകളിൽ കിടന്ന് പോലീസുകാരുടെ മർദ്ദന മുറകളേറ്റ പലരെയും ഞങ്ങൾക്കറിയാം. പോലീസുകാർ ഇടിക്കുമ്പോൾ മറുത്തു നിന്നവർ സുവിശേഷം കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. അതന്നാ, ഇത് മാനസാന്തരം വരുത്തുന്ന മാർഗമാ. ഇന്ന് രാത്രിയിൽ തകർക്കപ്പെട്ട, പിതാവിന്റെ ഇഷ്ടത്തിൽ ക്രൂശിൽ തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഞാൻ ഈ ദേശത്ത് ഉയർത്തുകയാ. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്റെ സമയം തീരുക, ദൂതൊന്നും ആയില്ല. മുമ്പോട്ട് പോട്ടെ. യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാകും. ഒരിക്കലായേ കഴിച്ചുള്ളൂ. എല്ലാ മാർച്ചിലും ഏപ്രിലും കഴിച്ചില്ല. അങ്ങനെ കഴിക്കുന്നതുകൊണ്ടൊരു ഗുണമുണ്ട്. മദ്യഷാപ്പുകാർക്കും ഗുണമുണ്ട്, ചിക്കൻ കടക്കാർക്കും ഗുണമുണ്ട്. നമുക്കൊരു ഗുണവുമില്ല. ഡിസംബറിൽ ജനിക്കുന്നു, മാർച്ചിൽ മരിക്കുന്നു. എല്ലാ വർഷവും ഇത് തന്നെയാണ്. 1000 വട്ടം ബേത്ലഹേമിൽ ജനിച്ചാലും നിന്റെ അകത്ത് ജനിച്ചില്ല, നിനക്കെന്നാ ഗുണം? പ്രൈസ് ദി ലോർഡ്. നൂറ്റാണ്ടുകളായി കേൾക്കുക, യേശു ജനിച്ചു, യേശു ജനിച്ചു. അതിന് നിനക്കെന്ത് ഗുണമുണ്ട്? നിന്റെ അകത്തളങ്ങളിൽ അവൻ ജനിച്ചാലേ നിനക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ഒരിക്കലായിട്ടേ അവൻ മരിച്ചുള്ളൂ, ഒരിക്കലായി അവൻ ജനിച്ചുള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് ആഘോഷിക്കാത്ത, ഒരിക്കലായി ഞങ്ങളുടെ അകത്ത് ജനിച്ചതാ. ആ സന്തോഷം കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്നാ നിങ്ങൾ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കാത്ത? നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിച്ചിട്ട് കർത്താവിൻ്റെ ബർത്ത്ഡേ എന്നെ ആഘോഷിക്കാത്ത? ഞങ്ങൾ ജനിച്ച ദിവസം ആഘോഷിക്കുന്നുണ്ടെന്നേ, ക്രിസ്തുവിൽ ജനിച്ച ദിവസം. പിന്നെ ഞങ്ങൾ വലിയ ആഘോഷങ്ങളൊന്നും നടത്താത്ത, അതിനേക്കാൾ വലിയ ആഘോഷം ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളുടെ ആഘോഷമായി കൺവെൻഷൻ. 10 പേര് സുവിശേഷം കേൾക്കുന്നതാണ് ഞങ്ങളുടെ ആഘോഷം. പ്രിയമുള്ളവരെ, ഞാൻ അതിനോട് ചേർന്നൊരു കാര്യം കൂടെ പറയാം. എനിക്കറിയില്ല ദൈവാത്മാവ് എന്താ അത് പറയിപ്പിക്കുന്നു. പരസ്യയോഗത്തിൻ്റെ കാലഘട്ടമായത്. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഞങ്ങൾ സഹോദരിമാർ പരസ്യയോഗങ്ങൾ നടത്തുക. അത് തെക്കോട്ടൊക്കെ ഇപ്പോൾ വിളിച്ചു തുടങ്ങി. ഞങ്ങൾ 10-25 സഹോദരിമാർ റോഡിൻ്റെ സൈഡിൽ പോയി കൈയടിച്ച് പാട്ട് പാടും. അങ്ങനെ ചെന്നു കണ്ണൂര് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാട്ടിൽ പരസ്യയോഗമായിട്ട് ചെന്നപ്പം തുണ്ടമായിട്ടൊരു നേതാവിനെ അരിഞ്ഞു വെച്ച സ്ഥലത്താണ് പ്രസംഗിക്കാൻ ചെന്നത്. എൻ്റെ കൂടെയുള്ള സഹോദരിമാർ പറഞ്ഞു, ആൻറ്റി പ്രസംഗിച്ചാൽ മതിയെന്ന്. എനിക്ക് ഒരു ധൈര്യക്കുറവുമില്ല. ഞാൻ അവിടെ നിന്നു ഒരു അരമണിക്കൂർ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ കടകളിലുള്ളവരെല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങി. കൂടെ നിന്നവർ പേടിച്ച് അവർ വന്നു ചോദിച്ചു, ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നും വേണ്ട, പറഞ്ഞു ഒന്നനുസരിച്ചാൽ മതി. കണ്ണൂര് പോലും പ്രയാസമില്ലാത്ത സ്ഥലമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഞാനിവിടെ നിന്നുകൊണ്ട് പറയാം, ഒരിക്കലായി ഏറ്റെടുത്ത സുവിശേഷത്തിൻ്റെ സത്യം പറയാൻ ഇനി അധികം സമയം വൈകണ്ട കേട്ടോ. മൂക്കിൽ ശ്വാസമുള്ളപ്പോൾ, നാവിന് ബലമുള്ളപ്പോൾ, കീമോ എടുക്കാതെ ആരോഗ്യത്തോടെ നടക്കാൻ പറ്റുമ്പോൾ പറയാൻ പറ്റുന്ന സുവിശേഷ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ചിലവ് കൂടെ വരട്ടെ. യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗം. എന്താ യാഗത്തിന്റെ പ്രത്യേകത? പഴയ നിയമത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, പാപത്തെക്കുറിച്ചുള്ള ബോധം നിമിത്തം അതിൽ നിന്നും രക്ഷപ്പെടാൻ, എന്ന് പറയാൻ താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടാൻ യാഗങ്ങൾ അർപ്പിക്കണം. ആ യാഗങ്ങൾ അർപ്പിച്ചിട്ട് മനുഷ്യന് ഒരു മാറ്റവും ഇല്ല. പാപം ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഏറ്റവും വലിയ കാളയെ അർപ്പിച്ചാൽ പോരെ. അതിനൊരു പരിഹാരം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വേണ്ട. അപ്പം പാപം വർദ്ധിക്കുക, പാപത്തെക്കുറിച്ചുള്ള ബോധം വർദ്ധിക്കുമ്പോൾ പാപം വർദ്ധിക്കുക. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിൻ്റെ യാഗം ഭൂമിയിൽ വന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ, യാഗത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്നറിഞ്ഞപ്പോൾ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്ന യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. എന്താ യാഗത്തിന്റെ പ്രത്യേകത?
മനുഷ്യനെ ഇന്ന് ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയം പാപമാണ്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയുന്നില്ല. എന്താ പാപം? ഹൃദയത്തിന്റെ അകത്തൊളിഞ്ഞു കിടന്ന് ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റിക്കളയുന്നത് എന്തോ അതൊക്കെ പാപമാ. പാപം പല വിധത്തിലാ വെളിപ്പെടുന്നത്. ദീർഘനാളുകൾക്ക് മുൻപ് വിദേശത്ത് നിന്ന് കടന്നു വന്നവരൊക്കെ, ടൂറിസ്റ്റുകളായി വന്നവർ കേരളത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അവരവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചു ദൈവത്തിന്റെ സ്വന്തം നാട്. കേരളത്തിന്റെ പേര് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന. ഇന്നിത് ചെകുത്താന്റെ നാടായി. മനുഷ്യാവകാശ ദിനത്തിൽ 17 വയസ്സുകാരിയായ ഒരാളെ പീഡിപ്പിച്ചു കൊന്നു. സ്വന്തം ഭർത്താവും കൂട്ടുകാരും ചേർന്ന് 17കാരിയായ ഒരു പെൺകുട്ടിയെ കൊന്നു. മറ്റൊരു പെൺകുട്ടി 17കാരി ജീവൻ ഒടുക്കി. ഇതെല്ലാം പത്രത്തിൽ വന്നതാ. അന്ന് സോണിയാഗാന്ധി അവരുടെ ജന്മദിന ആഘോഷം പോലും മാറ്റിവെച്ചു. കാരണം മുഴുവൻ 17കാരും പോവുക. ഇതെവിടെ നിന്ന് വന്നു? കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒന്നിച്ച് ജീവിച്ച കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറി. കുടുംബത്തിനകത്ത് സ്നേഹം നഷ്ടപ്പെട്ടു. തമ്മിൽ തല്ലി കീറുന്നത് പോലെ പിശാച് മനുഷ്യനെ ആക്കി വെച്ചു. എവിടെ നിന്ന് വന്നു? പാപത്തിന്റെ ചിന്തയിൽ നിന്ന് വന്നു. മറ്റൊരാളിന്റെ കയ്യിലുള്ളത് എനിക്ക് വേണമെന്നുള്ള ചിന്തയിൽ അവരെ കൊന്നു വശപ്പെടുത്താൻ ശ്രമിക്കുന്ന പാപം ഇതെവിടെ നിന്ന് വന്നു? ഇത് പിശാചിൽ നിന്ന് വന്നു. ചില നാളുകൾക്ക് മുൻപ് സഹോദരിമാർക്കൊരാശ്വാസം വന്നത് കൂടത്തായി വന്നപ്പോഴാണ്, ജോളി വന്നപ്പോഴാണ്. കാരണം ഒറ്റ മരണ വീട്ടിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ കണ്ണു നിറയും, കരഞ്ഞിരിക്കും ഞങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സഹോദരി വീടിനകത്ത് തുടങ്ങിയിട്ട് 5 or 6 പേരെ കൊന്നു. അപ്പോഴാണ് ഒരു ധൈര്യം വന്നാൽ ഞങ്ങൾക്കും കൊല്ലാവത്. ആ സ്ത്രീയെ ആൾക്കാർ എന്ന് അവളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഞാനല്ല അത് ചെയ്യുന്നേ, ഒരു പിശാച് എന്നെ കൊണ്ട് അത് ചെയ്യിക്കുവാന്ന്. 100 ആണ്ട് മുകളായിട്ട് ഞങ്ങളിത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. പിശാചായത് ജയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിശാചിന്റെ സൈഡ് ആൾക്കാർ മുഴുവൻ ഇപ്പൊ പറയാ പിശാചാ ജയിക്കുന്നതെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയാം, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അവന്റെ ശരീരയാഗത്താൽ പാപങ്ങളെ നീക്കുകയാ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ലോകത്തിന്റെ പാപത്തെ നീക്കുവാൻ ദൈവപുത്രൻ ഭൂമിയിൽ വന്ന് ക്രൂശിൽ താൻ യാഗമായി തീർന്നു. പാപമറിയാത്തവനെ നാം അവരിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുക്രിസ്തു പാപമായത് നമ്മെ നീതീകരിക്കാൻ വേണ്ടിയാ. നമ്മുടെ പാപത്തെ യേശുവിന്റെ മേൽ കണക്കിട്ടിട്ട് അവന്റെ നീതിയെ നമ്മുടെ മേൽ കണക്കിട്ടതാ നീതീകരണം. പഴയ നിയമ യാഗ വ്യവസ്ഥിതിയിൽ നമുക്കുള്ള വിലയേറിയതൊക്കെ കൊടുത്തിട്ടും മനുഷ്യൻ രക്ഷപ്പെടാതിരുന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ച് നമുക്ക് പകരമായി യാഗമായി തീർന്നത്. ഇനി നീ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും കഴിക്കണ്ട. ദൈവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം 2ആയി ചിന്തിപ്പോയപ്പോൾ പുരോഹിതനും പ്രാകാരത്തിൽ നിൽക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം തീർന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കവരെ നമുക്ക് ജാതികളായ നമുക്കും എത്തത്തക്ക നിലയിൽ ആ തിരശ്ശീല കീറിയ ദൈവപുത്രന്റെ പരമയാഗത്തിന് ഇന്ന് രാത്രി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗരോഹിത്യ വ്യവസ്ഥകൾ മാറിപ്പോയി. പാപം ചെയ്ത മനുഷ്യരെ വിടുവിക്കുവാൻ ലോകത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും പറ്റില്ല. പാപത്തിനു പകരമായ ഒരു മരുന്ന് കഴിക്കാൻ ലോകത്തിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലുമില്ല. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൂശിലേക്ക് നോക്കി വിളിച്ചു പറ, യേശുവേ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നീ ശരീരയാഗം നടത്തിയതാ. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇരുട്ടത്തിരുന്ന് പറയാമെങ്കിൽ ആ ഇരുട്ടിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ കയ്യിൽ പിടിക്കാൻ അധികാരമുള്ള
ഹല്ലേലൂയ. ശരീരയാഗത്താൽ പാപത്തിന്റെ ശമ്പളം മരണമാ. പാപത്തിന്റെ ശമ്പളം മരണമാ. സമയക്കുറവുണ്ടെങ്കിലും പറഞ്ഞു വിടട്ടെ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് എല്ലാവരും നിന്നു കൊടുത്തേ പറ്റുള്ളൂ. എന്നെ വിവാഹം ചെയ്തുകൊണ്ട് ചെന്നത് വടക്കൻ ദേശത്തേക്കാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കും മിക്കവാറും ദിവസം. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഇത് കേട്ടോണ്ട് എഴുന്നേറ്റ് വരുന്നു. ആരാണ്ടും മരിച്ചിട്ടുണ്ടെന്ന് പറയും. എന്താ പാട്ടിൻ്റെ അർത്ഥം? മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ്റെ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെടാമെന്ന്. അവിടെ തെറ്റി. സൽകൃത്യം ചെയ്ത് രക്ഷപ്പെടാൻ പറ്റിയല്ല. ഹല്ലേലൂയ. സൽകൃത്യം ചെയ്താൽ മതിയെങ്കിൽ അത് മാത്രം ചെയ്യുന്ന എത്ര പേരുണ്ട്? യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ നീ ചെയ്യുന്ന സൽകൃത്യങ്ങൾക്കൊന്നും വിലയില്ല. പള്ളി പണിയിപ്പിച്ചു കൊടുത്തുകൊണ്ടോ, ആശുപത്രിയുടെ 2 മുറി പണിയിപ്പിച്ചു പേരെഴുതിയ കൊണ്ടോ, സഭാ ഹോളിലൊരു ഫാൻ ഇട്ട് കൊടുത്തുകൊണ്ടോ, 10 സെന്റ് സ്ഥലം സഭയ്ക്ക് കൊടുത്തുകൊണ്ടോ കൂടപ്പറപ്പെ നീ പോവില്ല. യേശുവിനെ രക്ഷകരും കർത്താവുമായി സ്വീകരിക്കാതെ നീ ചെയ്യുന്ന സകല പുണ്യപ്രവൃത്തികളും വെള്ളത്തിൽ വരച്ചതുപോലെയാ. നിന്റെ വീട്ടിൽ നിന്ന് കാളയോ നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റനെയോ ഞാൻ എടുക്കുകയില്ല. പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും സകല പക്ഷികളും എനിക്കുള്ളതാ. ഇത് പറയുന്ന ദൈവം തമ്പുരാന് കൊടുക്കാൻ ഏത് നേർച്ച പറ്റും? നാം കൊടുക്കുന്ന നേർച്ച കാഴ്ചകൾ കൊണ്ട് യാതൊരു പാപത്തിനും പരിഹാരമാകുന്നില്ല. മരണത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്ന ഒരേ ഒരു മാർഗം അത് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാമാർഗമാണ്. യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ അല്ലാതെ ഒരു മനുഷ്യനും നിത്യമായ മരണത്തിന് വിടുവിക്കപ്പെടാൻ പറ്റില്ല. മരണത്തിൻ്റെ ദൂതൻ. യാക്കോബായ സഭയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ സഭയിൽ ശവസംസ്കാര ശുശ്രൂഷയിൽ പാടുന്നൊരു പാട്ടുണ്ട്. മരണത്തിൻ ദൂതൻ അരികെ വന്നപ്പോൾ ചുറ്റും നോക്കി തുണ ചെയ്യുവാൻ വന്നില്ലാരും എന്ന് പറഞ്ഞാൽ എന്നാ? മരണത്തിൻ്റെ ദൂതൻ വന്ന് കയ്യെ പിടിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോന്ന് ആരെയും കണ്ടില്ല. പോയേ പറ്റൂ. സമ്പാദിച്ച മുഴുവൻ ഇവിടെ ഇട്ടേച്ച് വെറും കയ്യായി പോകേണ്ടി വരും. ആ മരണം എല്ലാവരെയും കടന്നു പിടിക്കുന്നതിന് മുൻപ് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് വിടുതൽ പ്രാപിച്ച് ജീവരക്ഷ പ്രാപിക്കുവാനുള്ള ഏക മാർഗം യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. മരണത്തിന് സമയമൊന്നുമില്ല. മറ്റൊരു പാട്ടുകാരൻ പാടുന്നുണ്ട്, ഞാൻ പാടുന്നില്ല, പറയുക. എപ്പോഴാ മരണമെന്നറിയില്ല, ഒരുങ്ങിക്കോണം. വെള്ളത്തിൽ യാത്രയിൽ വെച്ചാണോ, ആരാധനയ്ക്കായി പള്ളിയിൽ പോകുന്ന നേരത്താണോ, കള്ളം പറഞ്ഞ് ചിലർ വ്യാപാര ചന്തയിലോ കള്ളക്കേസിന് പോയി കോടതി തിണ്ണയിലാണോ, അറിയത്തില്ല. മരണം വിളിക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. ഇന്ന് രാത്രി മടങ്ങി വീട്ടിൽ ചെല്ലാമെന്ന് പോലും ഉറപ്പില്ലാത്ത നമുക്ക് നമ്മുടെ മരണത്തിന് മുൻപ് മരണത്തിന് വിടുവിപ്പാൻ കഴിയുന്നവരെ അകത്തു സ്വീകരിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താൽ മാത്രമേ രക്ഷയുള്ളൂ. അവൻ്റെ ശരീരയാഗത്തിൽ വിശ്വസിച്ചാൽ മതി. ഒന്നും കൊടുക്കണ്ട. കൊടുക്കാൻ വേണ്ടി കൂട്ടിവെച്ചതൊന്നും കൊടുക്കണ്ട, അവിടെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ ആലയങ്ങളിലേക്ക് നോക്കി ഏറ്റവും മനോഹരമായി ശലോമോൻ നിർമ്മിച്ച ആലയത്തെ നോക്കിക്കൊണ്ട് ശലോമോൻ പറയുക, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ഈ ദൈവത്തെ ഞാൻ എങ്ങനെ എൻ്റെ ആലയത്തിനകത്ത് ഒതുക്കും? അവിടെ ഒതുങ്ങാത്ത തമ്പുരാൻ ഒതുങ്ങാൻ നിന്റെ ഹൃദയം ചോദിക്കുക കേട്ടോ. ഇന്ന് രാത്രി ദേശത്തുള്ളയോ ഏവരുമായുള്ളവരെ മറ്റൊന്നും കൊടുക്കണ്ട. നിന്റെ ഹൃദയം അവന് വേണ്ടി തുറന്നാൽ ഇന്ന് രാത്രി നിന്നോട് കൂടെ അത്താഴം കഴിക്കാൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന യേശുവിനെ
ഞാൻ ഈ ദേശത്ത് ഉയർത്തുകയാ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? ഹല്ലേലൂയ. തീർന്നില്ല. താരെല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാണ്. ജീവൻ കൊടുക്കാൻ പറ്റുന്ന ആരുണ്ട്? ആർക്കും ജീവൻ കൊടുക്കാൻ പറ്റില്ല. ലോകത്തിലെ ഒരു വൈദ്യന്മാർക്കും ജീവൻ തരാൻ പറ്റില്ല. ശ്വാസം തരുന്നവനവനാ, ഞാൻ പറഞ്ഞല്ലോ. സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. കൊടുക്കാവെന്ന് പറഞ്ഞ് കൊടുത്തില്ലെങ്കിൽ പാമ്പിനെ വിട്ട് മേടിക്കുന്ന ദൈവമൊന്നും ഞങ്ങളുടെ ദൈവമല്ല. നീ കൊടുത്തതിനെ കണ്ടിട്ടല്ല ദൈവം നിന്നെ സ്നേഹിച്ചത്. നീ വിശ്വസിക്കുന്ന വേദപുസ്തകം പറയുന്നു, നീ സ്നേഹിക്കുന്നതിന് മുന്നമേ നിന്നെ സ്നേഹിച്ച ഒരു ദൈവപുത്രൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ആണോ പെണ്ണോ എന്ന് സ്കാനിംഗ് മിഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നമേ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവപുത്രൻ ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനുഷിക കൈകളുടെ ശുശ്രൂഷ ആവശ്യപ്പെട്ട് അവൻ നമ്മുടെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്നില്ല. എന്തെങ്കിലും വേണേ തരാൻ അവൻ റെഡിയാ. എപ്പ തരും? കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ പിന്നെ മരണം കഴിഞ്ഞ് 40 കഴിഞ്ഞേ തരുവുള്ളൂ. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു തീർത്തട്ടെ. മരണത്തിന് മുമ്പ് റിസർവ് ചെയ്യാനുള്ളത് റിസർവ് ചെയ്യാതെ മരണം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കുറെ പ്രാർത്ഥിച്ച ആര് കേൾക്കാനാ? കൂടെ പറപ്പേ പെണങ്ങല്ല്. ഇത് പറയാനായി യോഗം ഇവിടെ വെച്ചത്. ജീവിച്ചിരിക്കുമ്പോ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു കറി ഉണ്ടാക്കി കൊടുക്കാൻ മനസ്സില്ല. കേട്ടേച്ച് നാളെ യോഗത്തിന് വരാതിരിക്കല്ലേ. അത് കഴിഞ്ഞ് 40 ആവുമ്പോ നാട്ടുകാർക്ക് ചിക്കൻ കറി വെച്ചു കൊടുക്കുക. അമ്മയെ അപ്പനെ നോക്കാൻ സമയമില്ല. ഓൺലൈൻ വഴി ശവാടക്ക് കണ്ട് സന്തോഷിക്കുക. രാത്രി ലൈവിലൂടെ മെസ്സേജ് കേൾക്കുന്നവരുണ്ട്. ഓൺലൈനിലൂടെ അല്ല നമുക്കാർക്കും കുപ്പിപ്പാല് തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുണ്ട് മുറുക്കി ഉടുത്ത് പട്ടിണി കിടന്ന മാതാപിതാക്കൾ അവർ പല സമയത്തും കഴിക്കാതെ വാരിയൂട്ടി കഴിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിപ്പിച്ച് രാജ്യങ്ങളിൽ അയച്ചത് നന്മയ്ക്കാണെങ്കിലും അവരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പോലും സംബന്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ബന്ധം? നാട്ടുകാർക്ക് വലിയ അടിയന്തരം നടത്തി സദ്യ കൊടുക്കുന്നതിനേക്കാൾ വലുതാ അവർ മരിക്കുന്നതിന് മുൻപേ, അവരുടെ കണ്ണടയുന്നതിന് മുൻപേ അവരുടെ മുൻപിലൊന്ന് വരുന്നത്. ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകം പറയുന്നു, നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സുണ്ടാകുവാനും അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്ന മാർഗമാ ക്രിസ്തു മാർഗം. മരണത്തിന് ശേഷമുള്ള ഒരു ശേഷക്രിയകൾക്കും ആരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്തെ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാത്ത ആർക്കും മരണത്തിന് ശേഷമുള്ള ഒരു പ്രവൃത്തി കൊണ്ടും രക്ഷപ്പെടാൻ കഴിയില്ല. ഹല്ലേലൂയ. എന്താ അതിന് കാരണവും കൂടെ പറഞ്ഞു നിർത്താം. യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിൽ ഇടത്തും വലത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. അവര് ചെയ്ത തെറ്റുകൊണ്ടാണ് അവര് ക്രൂശിക്കപ്പെട്ടത്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അവര് 2 പേരും ഒരുപോലെ കർത്താവിനെ നിന്ദിച്ചവരാ. ചിലരുടെ വിചാരം വലത്തുഭാഗത്തെ കള്ളൻ നിന്ദിച്ചില്ലെന്നാ, പുള്ളി നിന്ദിച്ചു. പിന്നെ വലത്തുഭാഗത്തെ കള്ളനാ മാനസാന്തരപ്പെട്ടെന്ന് വേദപുസ്തകത്തിൽ ഇല്ല. അങ്ങനെ വലത്തുഭാഗത്തെ കള്ളന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. രക്ഷപ്പെട്ടത് ഇടത്തെ ആണേലോ, അവൻ പോയടുത്ത് പോണ്ടേ. അതുകൊണ്ട് ഏത് ഭാഗത്താണേലും വേണ്ട, മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞ. 2 പേരും നിന്ദിച്ചിട്ടും ഈ നടുക്ക് കിടക്കുന്ന ആളിന്റെ മുഖഭാവം മാറുന്നില്ല. ഞാനൊരു ദൂത് അകത്തോട്ട് പറയാ, നിന്ദിക്കുന്നവന്റെ കൃപ അനുസരിച്ച് അവൻ നിന്ദിക്കുമ്പം നിന്റെ മുഖം മാറരുത്.
നീ സേവിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം അറിയാമെങ്കിൽ നിന്റെ മുഖം മാറണ്ട. നിനക്കാരോടും ശത്രുതയില്ല, നിനക്കാരോടും പിണക്കമില്ല, നിനക്കാരോടും വൈരാഗ്യമില്ല. അങ്ങനെ ഒരു മാർഗമാ ക്രൂശിൽ ദൈവപുത്രൻ കാണിച്ച മാർഗം. ഈ മാർഗത്തിൽ വന്നവരും അത് കാണിക്കാൻ പാടില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ നിന്ദിച്ച ഒരുത്തന്റെ അകത്തൊരു ചിന്ത, ഇത്രയും പറഞ്ഞിട്ടും പുള്ളിക്ക് മുഖത്തിനൊരു മാറ്റം ഇല്ലല്ലോ. ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഒരു തേജസ് കാണുക. അവൻ ഇടത്താണോ വലത്താണോ എന്നറിയില്ല. പുള്ളി പ്രാർത്ഥിച്ചു, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ ശരി അത് കുറെ കഴിയും എന്നാണോ പറഞ്ഞേ? അല്ല, ഇന്ന് 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 നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന്. ഇന്ന് രാത്രി ചിലർ പറുദീസയിലെത്തത്തക്ക നിലയിലുള്ള ദൈവത്തിന്റെ വചനമായി ഇവിടെ വിളിച്ചു പറഞ്ഞത്. നാളെ എന്നുള്ളത് നിനക്കുള്ളതല്ല. ഇന്ന് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയാൽ നിനക്കും കർത്താവിനോടൊപ്പം വസിക്കാം. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. റെക്കമെൻഡേഷൻസ് സ്വീകരിക്കുന്നില്ലെന്ന് സ്വർഗത്തിന്റെ വാതിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആരുടെയും റെക്കമെൻഡേഷൻ സ്വീകരിക്കുന്നില്ല. കാരണം എന്നാണെന്നറിയോ? അയ്യോ, ഇവനൊരു പള്ളി പണിയിപ്പിച്ച് തന്നതാന്ന് പറയാൻ ഒത്തിരി പേര് വരുമെന്ന് കർത്താവിനറിയാം. അതൊന്നും രക്ഷയില്ല. എൻ്റെ പുത്രനായ യേശു സകല സ്വർഗീയ മഹാത്മ്യങ്ങളെയും വിട്ട് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു സാധാരണക്കാരനായ മനുഷ്യനെ പോലെ ജീവിച്ച് സാധാരണക്കാരനായ ഒരുവനായി നിങ്ങളുടെ ഇടയിൽ പാർത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ക്രൂശിൽ തന്റെ ശരീരം തകർത്ത് നിങ്ങൾക്ക് പകരമായി മരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നീ സ്വീകരിച്ചോ എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ രണ്ടുത്തരമേ ഉള്ളൂ, യെസ് ഓർ നോ. ഇന്ന് രാത്രി നിങ്ങളുടെ ഉത്തരം എന്താ? എന്നെ ശ്രദ്ധിക്കുന്ന ഈ ദേശവാസികളെ, ഭവനങ്ങളുടെ അകത്തിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ദൈവപുത്രനായ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചുവോ എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തോട് പറയണം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്ന് പറഞ്ഞു. കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഉത്തരങ്ങളും തുലാവും സാക്ഷ്യം പറയുന്ന ഒരു ദിവസമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടതാകും. മടങ്ങി വരട്ടെ. പിതാവിന്റെ ഇഷ്ടത്തിൽ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുക. വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനത്തിനായി സ്തോത്രം. പാപത്തിന്റെ ആധിക്യത്തിൽ നട്ടം തിരിഞ്ഞ് ലോകത്തിലൊരു മനുഷ്യനെ കൊണ്ടും വിടുവിപ്പാൻ കഴിയാത്ത നിലയിൽ അതപ്പതിച്ച സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് നിന്റെ വലം കൈയിൽ പിടിച്ച് ഈ രക്ഷയാകുന്ന പാറയിൽ കൊണ്ടു നിർത്തിയതിന് നന്ദിയുള്ള ഹൃദയത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? ഈ ലോകത്തിൽ ലഭിച്ച സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ കർത്താവിനെ ഹൃദയ കണ്ണുകൊണ്ടെന്ന് കണ്ട് സ്തോത്രം ചെയ്യാമോ? നമുക്ക് ചെയ്ത നന്മകൾ ഏതാ? വലിപ്പം, മണിമന്ദിരങ്ങൾ ലഭിച്ചതാണോ? വില കൂടിയ വാഹനങ്ങൾ കിട്ടിയതാണോ? അതൊന്നും അല്ല. നന്മ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചതാ നന്മ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറയാൻ ഒരു മനോഹരമായ പാട്ടാ. ഞാൻ ചോദിക്കട്ടെ, ഏത് നന്മയുടെ കാര്യ പറഞ്ഞ്? പിള്ളേരെല്ലാം അമേരിക്കയിലായതാണോ നന്മ? ഞാൻ വിശ്വസിക്കുന്നില്ല. പിള്ളേർ അമേരിക്കയിലാണേലും അല്ലേലും കാഹളം കേൾക്കുക എന്നുള്ളതാ വിഷയം. കാഹളം കേൾക്കുന്നില്ലേ? പിള്ളേർ എവിടെയായാലും എന്നാ വിചാരം? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സൂപ്പർ ഫുഡാ കഴിക്കുന്നത്. എന്നാ നന്മയാണോ അത്? ഇതൊക്കെ താൽക്കാലിക നന്മയാ. ഇതൊന്നും കണ്ടുകൊണ്ട് സന്തോഷിക്കേണ്ട നന്മ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ രക്ഷ എന്ന ദാനമായ എൻ്റെ നന്മ, പാപത്തിന്റെ ശിക്ഷാവധിയിൽ കിടന്ന് തകർന്നു പോകേണ്ട എന്നെയും നിങ്ങളെയും യേശു വിടുവിച്ച്
യേശു വിടുവിച്ച് മക്കളാക്കി, അവകാശികളാക്കി, ദൈവത്തിന്റെ അവകാശികളാക്കി, ക്രിസ്തുവിന് കൂട്ടവകാശികളാക്കി തീർത്ത ദൈവകൃപയാണ് ഏറ്റവും വലിയ നന്മ. ഇന്ന് രാത്രി വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനം ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ലോകത്തിൽ ലഭിച്ച സകല നന്മകളും പദവികളും ഒക്കെ ഇവിടം കൊണ്ട് തീരും. പക്ഷേ ദൈവപുത്രനെ കണ്ടുമുട്ടിയവർ അവനോടൊത്തു വാഴും. പ്രിയമുള്ളവരെ, വൈറസ് വന്നാലും, സുനാമി കയറി വന്നാലും, വെള്ളപ്പൊക്കം വന്ന് സകലതും തകർന്നാലും നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിച്ചെങ്കിൽ അതിനേക്കാൾ വലുതൊന്നും ലോകത്തിലില്ല. ഇന്ന് രാത്രി അപ്രകാരം ഒരു ഭാഗ്യ പദവിയിലേക്ക് നമ്മെ നയിച്ച ദൈവപുത്രന് നന്ദി പറയാൻ തയ്യാറാകാമോ? വിശുദ്ധീകരിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ടു. എങ്ങനെ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവത്തോട് സമാധാനം ലഭിച്ചു. ഭൂമിയിൽ ലഭിക്കേണ്ട നന്മകളൊക്കെ ലഭിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് നമുക്ക് മാന്യതയോടെ ഭൂമിയിൽ ജീവിക്കാനുള്ള നന്മയും നൽകിയില്ലേ? അതിന് ഒരു നന്ദി പറയാൻ തയ്യാറാകണം. എന്നാൽ ഇതിനേക്കാൾ വലുതായി ഏറ്റവും അടുത്ത ദിനങ്ങളിലൊന്നിൽ നടക്കാൻ പോകുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ ക്രിസ്തു ഇറങ്ങി വരാൻ പോകുക. മധ്യാകാശത്തിൽ അവൻ എതിരേൽക്കുവാൻ ഒരു കൂട്ടം ജനം, അത് കറുപ്പോ വെളുപ്പോ വ്യത്യാസമില്ലാതെ ജനം ഒന്നിച്ചു കൂടി കരകളെ അടിച്ച് ദൈവത്തിന് നന്ദി പറ. കാഹളം കേൾക്കുമ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം യേശുവിന്റെ നാമത്തിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാമം ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയോടെ വിശുദ്ധീകരിക്കപ്പെട്ടവർ ഇവിടെ കാത്തിരിക്കുക. എന്നാൽ ഞാൻ പുറത്തുള്ളവരോട് ചോദിച്ച് എൻ്റെ വാക്കിവിടെ നിർത്തുക. ഇന്ന് രാത്രി നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും? അടുത്ത നിമിഷം പോലും നമുക്കുണ്ടോ എന്നറിയാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം ആരോഗ്യം തന്നില്ലേ? ഇന്ന് രാത്രി ഒരു ചോദ്യം. നിന്റെ ജീവിതം ആർക്കും പണിയാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയതാണെങ്കിലും നിന്നെ പണിയാൻ നിന്റെ ജീവന്റെ മേൽ അധികാരമുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവജനം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ബാക്കിയുള്ള എല്ലാ വഴികളും അടഞ്ഞു. ഇനിയും ആത്മഹത്യ മാത്രമേ എന്റെ മുൻപിലുള്ളൂ. എനിക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന പ്രിയ യുവാവേ, യുവതിയെ, മാതാവേ, പിതാവേ, നിന്റെ ജീവന്റെ മേൽ അധികാരമുള്ളവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തിരികെ പ്രാപിക്കുവാൻ കടന്നു വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു തന്നോടുകൂടെ ക്രൂശിൽ കിടന്ന കള്ളനോട് പോലും അവന്റെ മാനസാന്തരത്തിൽ സന്തോഷിച്ച കർത്താവ് ഇന്ന് ഈ ദേശത്ത് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ നിൽക്കുന്ന ഇരുട്ടിൽ, ടെറസിന്റെ മുകളിൽ, മുറിക്കകത്ത്, ബാത്റൂമിനകത്ത് മറ്റാരും കാണാതെ നിൽക്കുന്ന സ്നേഹിത, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ചോദിക്കുന്നു, ഈ യേശുവിനെ നിനക്ക് വേണോ? ഈ യേശുവിനെ നിനക്ക് ആവശ്യമുണ്ടോ? നീ മറുപടി പറയേണ്ടത് ഞങ്ങളോടല്ല, സ്വർഗത്തോടാണ്. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തകർന്ന ഹൃദയത്തോടെ, യേശുവേ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ, എല്ലാം തകർന്നവനാണ് ഞാൻ, എന്നാൽ എനിക്ക് നിന്നെ വേണം എന്നൊന്ന് പറയാമോ? ആ വാക്ക് നിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രൻ നിനക്ക് വേണ്ടി ആ ഇരുട്ടിനകത്തിറങ്ങി വരും. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദേശത്ത് ചിലരുടെ മാനസാന്തരം ഇന്ന് രാത്രി നടക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാനുഷിക കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ലെങ്കിലും ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയാൽ ഞങ്ങൾ നിങ്ങളെ കണ്ടു പ്രാർത്ഥിക്കുകയാ. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ കർത്താവേ,
ഇരുട്ടിന്റെ മറവിൽ മുറികൾക്കകത്ത് സ്വാതന്ത്ര്യമില്ലാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനോട് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതിനായി സ്തോത്രം. ഇന്ന് രാത്രി അവരുടെ മനസാന്തരത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ. അവരുടെ പാപത്തിന്റെ ആധിക്യ നിമിത്തം മാനുഷിക ബന്ധങ്ങൾ അവരെ കൈവിട്ടു. എന്നാൽ അവരെ കൈവിടാത്ത, മാറോട് ചേർത്തു നിർത്തുന്ന ഒരു രക്ഷകന്റെ സാന്നിധ്യം അവർ നിൽക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ശരബികരഹസ്ത, ഇന്ന് രാത്രി അവരുടെ മേൽ നിന്റെ കരമൊന്നു വെക്കണമേ. അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതണമേ. ആ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനമേ, കാഹളത്തിന്റെ ശബ്ദത്തിനു വേണ്ടി വിശുദ്ധിയോടെ ദൈവഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.